ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർ കെ ക്ലാസ്സസ്. 24-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരില്ലേ? പക്ഷെ മക്കൾ ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും നമുക്കങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ചില കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത്? എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഓക്കെ, +1 അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അപ് ടു ഡേറ്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് എഡിറ്റിംഗ് ഓപ്ഷനിലേക്ക് പോകുക നോക്കുക. മക്കൾ ഗൂഗിളിലേക്ക് പോവുക. ഗൂഗിളിൽ പോയിട്ട് hscap.kerala.gov.in എന്നുള്ള സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ VSCക്കാരാണെങ്കിൽ vhscap.kerala.gov.in എന്നുള്ള സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ കാണാം. കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യൂസർ നെയിം, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ് അങ്ങനെ 3ആയിട്ട് കാണാം. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറാണ്. ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത സമയത്ത് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവില്ലേ? ആ പ്രിൻ്റ് ഔട്ട് മുകളിൽ ആപ്ലിക്കേഷൻ നമ്പറുണ്ട്. ആ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് ചോദിക്കും. ഓക്കെ, പാസ്വേഡ് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് നോക്കും. ഓക്കെ, ഡിസ്ട്രിക്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഡിസ്ട്രിക്റ്റ് അടിച്ചു കൊടുത്താൽ അവിടെ 2 പാർട്ടായിട്ട്, ഒരു പാർട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഉണ്ടാവും, മറ്റേ പാർട്ട് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ആദ്യം നോക്കാം. നമ്മൾ നോക്കാം. ഒന്ന്, സ്കീം നമുക്ക് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ VHSC ആണോ CBSE ആണോ, ആ സ്കീം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇനി നിങ്ങൾക്കത് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നില്ലേ, ആ സമയത്ത് മാറ്റണം, തീർച്ചയായിട്ടും മാറ്റണം. ആ സമയത്ത് മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളെ നെയിം പ്രൂഫായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകുക. ഓക്കെ, ഒരു സർട്ടിഫിക്കറ്റ്, നെയിം പ്രൂഫ്, നിങ്ങൾ ആധാർ കാർഡ് കൊണ്ടുപോകാം. ഓക്കെ, അത് എന്തായാലും മാറ്റണം. കാരണം ഇനി വരുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ മാറ്റിയിട്ടില്ല എങ്കിൽ, നിങ്ങളത് അവിടെ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ ഇനി വരുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ സ്പെല്ലിംഗ് ഉണ്ടാവുക. അപ്പോൾ അത് തീർച്ചയായിട്ടും മാറ്റണം. എന്ത് ചെയ്യുക, ഏതെങ്കിലും അഡ്രസ് പ്രൂഫോ നെയിം പ്രൂഫോ കൊണ്ടുപോയാൽ മതി. രണ്ടാമത്തത്, ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ രജിസ്റ്റർ നമ്പർ മാറ്റാൻ പറ്റില്ല. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ നിങ്ങൾ സെൽഫാണോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്ത് ചെയ്യുക, സ്കൂളിൽ ഹെൽപ്പ് ഡെസ്ക് വഴിയാണോ കൊടുത്തത്, അത് മാറ്റാൻ പറ്റില്ല. പിന്നെ മൊബൈൽ നമ്പർ, കൊടുത്ത മൊബൈൽ നമ്പർ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റാത്ത, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, പേര് മാറ്റാൻ ഞാൻ പറഞ്ഞാണ്. പേരിന് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ആ സമയത്ത് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മാറ്റിയേ പറ്റൂ. ഓക്കെ, രണ്ടാമത്തത്. ഇനി എന്തൊക്കെ മാറ്റാൻ പറ്റും? പാരൻറ്റ് ഡീറ്റെയിൽസ് മാറ്റാൻ പറ്റും, പാരൻറ്റ് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുക, കാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും, റിലീജിയൻ എഡിറ്റ് ചെയ്യാൻ പറ്റും, കാറ്റഗറി SC ST OBC കാറ്റഗറി അല്ലേ, അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്കൂൾ കോഡും കോഴ്സ് കോഡും അല്ലേ, നിങ്ങൾ സബ്ജക്ട് കോമ്പിനേഷൻ ഉണ്ടാവും. സ്കൂൾ കോഡ്, സ്കൂളിൻ്റെ ഓർഡർ മാറ്റാൻ പറ്റും. നിങ്ങൾ കൊടുത്ത ഓർഡറല്ലേ, 1 2 3 ഓർഡറല്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം മാതിരി ഏത് രീതിയിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ്, നിങ്ങൾ ബോണസ് പോയിന്റിന് ഏതെങ്കിലും, പല കുട്ടികളും ചോദിച്ച സാധനമാണ് ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ്. നമ്മൾ അപ്ലൈ ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി, അതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ്. പിന്നെ അതുപോലെ തന്നെ റിസർവേഷൻ ഡീറ്റെയിൽസ്, ഏതെങ്കിലും നിങ്ങൾ കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും, ആ സമയത്ത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ ടൈ ബ്രേക്കിംഗ് ഡീറ്റെയിൽസ്, ടൈ ബ്രേക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടുന്ന കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം കറക്റ്റായിട്ട് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. മറന്നു പോകാത്തൊരു, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മക്കൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണം. ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത ഓപ്ഷൻ അതിലൊന്നും വരും, നിങ്ങൾ പഴയ കൊടുത്ത ഡീറ്റെയിൽസ് തന്നെയാണ് അതിലുണ്ടാവുക. പിന്നെ ഓരോ സമയത്ത് ഓരോന്ന് കൊടുത്തിട്ട് ഓരോ എഡിറ്റിംഗ് നടത്തിയിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കരുത്. ഒറ്റ തവണ മാത്രമേ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തോളൂ.